പ്രകൃതി ഇവിടെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് ഈ ഗാന്ധി ഭവനിൽ. സാധാരണ നിലയിൽ പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രകൃതിയോട് ഭാരതീയ സംസ്കാരം തന്നെ വളരെയധികം നേച്ചറിനോട് ഇണങ്ങിയിട്ടുള്ളൊരു ഇതാണ്. അത് തന്നെയാണ് ഗാന്ധിസത്തിലും. സാറിന് ഇതിനോടൊരു ഇൻട്രസ്റ്റ് വരാനുള്ള കാരണം? അതിൻ്റെ ഒരു ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത് മനുഷ്യന് ആവശ്യമുള്ളതെല്ലാം പ്രകൃതിയിലുണ്ട്. മനുഷ്യൻ്റെ അത്യാഗ്രഹത്തെ ശമിപ്പിക്കാനുള്ള പ്രകൃതി തരാൻ കഴിയില്ല എന്നുള്ളതാണ്. ആ ഒരു കൺസെപ്റ്റ് ഗാന്ധിജിയുടെ ഗ്രാമസ്വരാജ്യത്തിൽ തന്നെ വരുന്നതാണ്. അതാത് ഗ്രാമത്തിൽ തന്നെ സ്വന്തം നിലയ്ക്ക് സെൽഫ് സഫിഷ്യൻ്റ് ആക്കി ഗ്രാമങ്ങളെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഉള്ള പ്രശ്നം ഈ നമ്മുടെ വാല്യൂ സിസ്റ്റത്തിൽ വന്ന മാറ്റമാണ്. കൂടുതൽ ലാഭം, കൂടുതൽ നേട്ടം എന്ന കൺസെപ്റ്റിൽ പ്രകൃതിക്ക് താങ്ങാവുന്നതിനേക്കാൾ കൂടുതൽ എക്സ്പ്ലോയിറ്റേഷൻ അവിടെ നടന്നുകൊണ്ടിരിക്കുക, മനുഷ്യൻ്റെ ലാഭത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് ഈ മനുഷ്യനും പ്രകൃതി എല്ലാം കൂടി ഇല്ലാതാകുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വളരെ വേഗത്തിൽ പോവുകയാണ്. ആ ഒരു തിരിച്ചറിവ് നമ്മുടെ ജനതയ്ക്ക് ആയിട്ടില്ല, ഇപ്പോഴും ആയിട്ടില്ല. പക്ഷേ സാറിന് ഇതിലേക്ക് ആദ്യകാലത്തൊക്കെ സാർ ഇപ്പോഴും അതിൽ വർക്ക് ചെയ്യുന്നത് എനിക്കറിയാം. മദ്യനിരോധനം ഇതിലൊക്കെ ഒരുപാട് വളരെയധികം ആക്റ്റീവായിട്ട് സാർ വർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇതിനോടൊക്കെ ഒരു രാഷ്ട്രീയത്തിൽ നിൽക്കുമ്പോഴും രാഷ്ട്രീയത്തിൽ നിൽക്കുമ്പോഴെന്ന് പറയുന്നത് രാഷ്ട്രീയത്തിൽ നിൽക്കുന്നവരാണ് കൂടുതലായി മദ്യം ഒഴിവാക്കേണ്ടത്. നിൽക്കുമ്പോഴും എന്നല്ല പറയേണ്ടത്. ഇതിനൊക്കെ ഉള്ള ഒരു സമയമുണ്ടല്ലോ. ഇത്രയും ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം എങ്ങനെയുണ്ടായിരുന്നു? ഞാൻ കുട്ടിക്കാലത്ത് എനിക്ക് തോന്നുന്നു 77-ലാണ് രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കുന്നത്, 15ാമത്തെ വയസ്സിൽ. അന്ന് മൊറാർജി ദേശയുടെ ഗവൺമെൻറ് കേന്ദ്രത്തിൽ വരുന്ന ഒരു പശ്ചാത്തലത്തിൽ ഈ മദ്യ വർജനത്തിൻ്റെ ഒരു വലിയ കൾട്ട് കേരളത്തിലും ഇന്ത്യ ഒട്ടാകെ. കോട്ടയത്ത് വെച്ചാണ് ആ വർഷം ഒരു മദ്യനിരോധന സമ്മേളനം, ദേശീയ സമ്മേളനം കാണുന്നത്. ഡോക്ടർ സുശീല നെയ്യാറൊക്കെ വന്ന് പങ്കെടുത്ത മൻമോഹൻ സാറുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാനത് ഈ മനുഷ്യൻ്റെ ആരോഗ്യത്തെ ഹരിച്ചു കളയുന്ന ഒരു വിപത്തായിട്ടാണ് മദ്യ ആസക്തിയെ കാണുന്നത്. മദ്യപിക്കാത്തവരെല്ലാവരും നല്ലവരും മദ്യപിക്കുന്നവരെല്ലാം മോശക്കാരൊന്നും അഭിപ്രായമൊന്നും എനിക്കില്ല. ഞാൻ ഇന്നേ വരെ ഒരു പെഗ് കഴിച്ചിട്ടില്ല. പക്ഷേ നന്നായി മദ്യപിച്ച് നടക്കുന്ന പല ആളുകൾക്കും വലിയ ഹൃദയമുള്ള ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് മദ്യപിക്കുന്ന ആളുകളെ സ്നേഹിച്ച് അവരെ മദ്യ ആസക്തിയിൽ നിന്ന് വിടുവിക്കുക എന്നുള്ളതാണ് അതിൻ്റെ തിയറി, അല്ലാതെ അവരെ വെറുക്കുക എന്നുള്ളതല്ല. ഈ രാഷ്ട്രീയത്തിലേക്ക് വരാനുള്ള ഡിസിഷൻ ഉണ്ടല്ലോ, അത് അച്ഛനോട് പറഞ്ഞപ്പോൾ എങ്ങനെയായിരുന്നു? അച്ഛനൊരു പുരോഹിതനായിരുന്നു. അതങ്ങനെ ഒരു ദിവസം ഒരു ഡിസിഷൻ എടുത്ത് അങ്ങനെ വരികയായിരുന്നില്ല. അടിയന്തരാവസ്ഥ രാജ്യത്തുണ്ടായ 75-ലുണ്ടായ സമയത്ത് അതിനോടുള്ളൊരു വിരോധം കൊണ്ട് ക്രമേണ വന്നു അങ്ങനെ സജീവമായത്. എങ്ങനെയായിരുന്നു ഒരു ഇപ്പം ഞാൻ പറയട്ടെ, സാറ് രാഷ്ട്രീയത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ സാർ എങ്ങാനും സ്വന്തം അച്ഛൻ്റെ പ്രൊഫഷൻ തന്നെ എടുത്തിരുന്നെങ്കിലും വളരെ നല്ല ശാന്തനായ ഒരു പുരോഹിതനായാലും എനിക്ക് സാറിൻ്റെ മുഖം കാണുമ്പോൾ തോന്നുന്നുണ്ട്. ഈ സമൂഹത്തെയും ഒക്കെ ഗൗരവമായി എടുക്കുന്ന ആളുകൾ എല്ലാ മേഖലയിലും വേണം. രാഷ്ട്രീയ മേഖലയിലും വേണം, സാമുദായിക മേഖലയിലും വേണം, സർക്കാർ ഓഫീസിൽ വേണം. നമ്മുടെ കർഷകരും കർഷക തൊഴിലാളികളും കച്ചവടം നടത്തുന്നവരൊക്കെ അവിടെ എല്ലാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് മൂല്യങ്ങളുണ്ടാവണം. ഈ മൂല്യങ്ങളില്ലാത്ത ആളുകൾ രാഷ്ട്രീയത്തിലുള്ള പോലെ തന്നെ സമുദായത്തിലുമുണ്ട്, സർക്കാർ ഓഫീസിലുണ്ട്, കോടതികളിലുണ്ട്, എല്ലായിടത്തും. അപ്പോൾ എല്ലാം ഈ സമൂഹത്തിൻ്റെ ഭാഗങ്ങളാണ്. അപ്പോൾ സമൂഹത്തിൻ്റെ ഭാഗമാകുമ്പോൾ സമൂഹത്തിൽ എന്തെല്ലാം തകരാറുണ്ടോ അത് എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ എല്ലായിടത്തും അത് പരിഹരിക്കാൻ കഴിയണം എന്നുള്ളതാണ്. കുട്ടിക്കാലം തിരുവല്ലയിലായിരുന്നു. അപ്പോൾ തിരുവല്ലയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അങ്ങനെ ഒരു നൊസ്റ്റാൾജി ഉണ്ടാവുമല്ലോ. എങ്ങനെയായിരുന്നു കുട്ടിക്കാലം അവിടെ? ഞാൻ അവിടുത്തെ ഒരു പ്രൈമറി സ്കൂളിൽ പഠിച്ചു. അവിടുത്തെ ഒരു സാധാ മറ്റേ ഹൈസ്കൂളിൽ പിന്നെ പഠിച്ചു. തിരുവല്ല മർത്തമ കോളേജിൽ പഠിച്ചു. മർത്തമ കോളേജാണ് കൂടുതൽ എന്നെ പൊതുപ്രവർത്തനത്തിന് സഹായിച്ചത്. അവിടുത്തെ കുട്ടികളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവരൊക്കെ പ്രായമായി. എൻ്റെ സഹപാഠികളാണ് എന്നെ ഇത്രയും പ്രോത്സാഹിപ്പിച്ച് രാഷ്ട്രീയത്തിലേക്ക് ഇറക്കി വിട്ടത്. മർത്തമ കോളേജിലെ കുട്ടികൾ പ്രധാനമായി. മറ്റുള്ളവരും ഇപ്പോൾ വായന അങ്ങനെ ഒരുപാട് സമയം കിട്ടാറുണ്ടോ അങ്ങനെ വായിക്കാനൊക്കെ? ഒത്തിരി വായിക്കുന്നൊരു കാലം ഉണ്ടായിരുന്നു. മന്ത്രി ആകുന്നതിന് മുമ്പ് തന്നെയും വായനയുടെ ശീലം ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ. നോവൽസ് വായിച്ചിട്ടുണ്ട്, മലയാളം നോവലുകൾ വായിക്കും, മാസികകൾ എല്ലാം വായിക്കും. ഈ പേപ്പർ വായിക്കുമ്പോൾ ചിലപ്പോൾ മന്ത്രിയെ കുറിച്ച് തന്നെ ചീത്ത പറഞ്ഞത് ചിലപ്പോൾ ഒക്കെ കാണുമല്ലേ, അപ്പോൾ പെട്ടെന്ന് ദേഷ്യമൊക്കെ വരും? ഇല്ല, അധികം അങ്ങനെ കേട്ടിട്ടില്ല സാർ. അല്ല, കേൾക്കേണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. അല്ല, പേപ്പർ വായിക്കുമ്പോൾ മാത്രമല്ല, പാർട്ടി കമ്മിറ്റികളിൽ പോകുമ്പോൾ ഒത്തിരി കേൾക്കേണ്ടി വരാറുണ്ട്. അത് വരുന്നതിൻ്റെ അകത്ത് വല്ല കണ്ടൻ്റ് ഉണ്ടോ എന്ന് പരിശോധിക്കാറുണ്ട്. തിരുത്തേണ്ട കാര്യങ്ങളാണ് തിരുത്താറുണ്ട്. കണ്ടൻ്റ് ഇല്ലാത്തതാണെങ്കിലും അത് ഉന്നയിക്കുന്ന ആളോട് വെറുപ്പ് തോന്നാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്.